ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുഞ്ഞുമത്തി കൊണ്ട് ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ലേശം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു വലിയൊരു സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ലേശം പെരിഞ്ജീരകം, ചെറിയ ജീരകം, ഉലുവ, കുരുമുളക് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തത്. ഇതൊന്ന് വഴണ്ടിട്ടുണ്ട്, വാരിയെടുക്കാം. ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തു, തേങ്ങ ഇട്ട് കൊടുത്തു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം ഫിഷ് മസാലപ്പൊടി. ഒന്ന് പച്ചമണം പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഓഫ് ചെയ്യാൻ മതി. ഒരു ജാറെടുത്തു. ഇതൊന്ന് ഒരുപാട് നന്നായിട്ടൊന്നും അരയ്ക്കണ്ട, അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ആക്കിയത്. അതിലിട്ട് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാൻ വാളൻപുളി കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞ് ഒഴിക്കാം. ജാറ് കഴുകിയിട്ട് ഒഴിക്കണം. ഒരു ജാറെടുത്ത് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പ്, ലേശം കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു. മത്തിയൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്ത് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇതൊക്കെ കളഞ്ഞിട്ട് ഇതിൽ മീൻ അരച്ച് ഇട്ട് കൊടുക്കാം. ഇതങ്ങനെ മീൻ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു അരമണിക്കൂറെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇതങ്ങനെ നമ്മുടെ കറിയൊക്കെ തിളച്ച് കുറുകി വന്ന് റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ആ മീനിട്ട് കൊടുക്കാം. ഇങ്ങനെ തന്നെ വെന്തോളും, അടുപ്പിലിന് വെക്കേണ്ട ആവശ്യമില്ല. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ, ഒരു മണവും പിന്നെ അതിൽ പിടിക്കുന്ന ഒഴിവായി കിട്ടും. തിരിച്ചിട്ട് കൊടുത്തു. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മീൻ വറവൽ റെഡി ആയിട്ടുണ്ട്.